ചത്താപാച്ച സിനിമയുടെ 2 ആഴ്ചത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് യൂട്യൂബ് ചാനൽ. ചത്താപാച്ച പടം റിലീസിന് വന്നിട്ട് 2 ആഴ്ച കംപ്ലീറ്റ് ആവുകയാണ്. 3ാമത്തെ ആഴ്ചയിലോട്ട് പോകുമ്പോൾ സിനിമയ്ക്ക് തമിഴ് തെലുങ്കൊക്കെ പകർപ്പ് റിലീസിന് വരികയാണ് തിയേറ്ററുകളിലോട്ട്. എന്തായാലും 2 ആഴ്ച കൊണ്ട് കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 16,78,00,000 ടോട്ടൽ കേരള ബോക്സ് ഓഫീസ്. സിനിമയ്ക്ക് 14ാം ദിവസം കേരളത്തിൽ നിന്ന് 20 ലക്ഷമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും കേരളത്തിൽ നല്ലൊരു ഹോൾഡ് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക്. ഇനി സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് 2 ആഴ്ച കൊണ്ട് സിനിമയ്ക്ക് 33,33,00,000 ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കും. സിനിമയ്ക്ക് നല്ലൊരു തിയേറ്റർ റൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് തമിഴ് അതുപോലെ തന്നെ തെലുങ്കൊക്കെ തിയേറ്റർ റിലീസ് വരുന്നുണ്ട്, പകർപ്പ് സിനിമ ഡബ്ബ് പകർപ്പ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനിലോട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഇനി സിനിമേൻ്റെ കേരളത്തിലെ ഷെയർ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിന് ഷെയർ മാത്രമായിട്ട് നിലവിലെ ഈ ഒരു 14ാമത്തെ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് 7,60,00,000 വരും അപ്രോക്സിമേറ്റ് ആയിട്ട്. ഇനി വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 15,50,00,000 വരും അപ്രോക്സിമേറ്റ് ആയിട്ട്. സിനിമ അങ്ങനെ ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയും മാറുകയാണ് മലയാളം ഇൻഡസ്ട്രിയിലെ ഈ വർഷത്തെ ആദ്യ വാരത്തിൽ തന്നെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിട്ട്. അത് മാത്രമല്ല പ്രൊഡ്യൂസറിന് നല്ല ലാഭം കൊയ്തു കൊടുക്കുന്ന സിനിമയും കൂടി ആയിരിക്കും ഈ വർഷത്തെ നമ്മുടെ ചത്താപാച്ച എന്ന് പറഞ്ഞ സിനിമ. നിലവിലെ പടത്തിൻ്റെ OTT റിലീസും വിറ്റുപോയിരിക്കുകയാണ്. നല്ലൊരു OTT റിലീസ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എടുക്കാൻ സാധിക്കും സിനിമയുടെ പെർഫോമൻസ് കണ്ടിട്ട്. എന്തായാലും നല്ല ഡബിൾ ഡിജിറ്റ് എമൗണ്ട് തന്നെയാണ് പടത്തിൻ്റെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു എമൗണ്ട് തന്നെ ആവട്ടെ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ടും OTT അപ്ഡേറ്റിനായിട്ടും. അതിന് പക്ഷേ ആദ്യം കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ കൺവെക്സ് ചെയ്യപ്പെടുത്തുക.